അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു 1/4 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ വിട്ടുപോയതാണ്. അതിനുശേഷം അടുത്തതായിട്ട് ചേർക്കുന്നത് ഗോതമ്പ് മാവാണ്. നമുക്കിതൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം ഈ കൂട്ട്. അതിനാണ് നമ്മൾ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് നല്ല പരത്തുന്ന രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഈ മാവ് ചേർത്താലേ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് ആ മാവ് ചേർത്ത് ടൈറ്റ് ആക്കി എടുക്കാം. അടുത്തതായിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചൊന്ന് പരത്താം. എന്നിട്ട് ഒരു ഉഴുന്ന് വടയുടെ രൂപത്തിൽ നമുക്കിതിനെ ആക്കിയെടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമുക്കത് ഒരുപാട് അങ്ങ് കറുത്ത് പോവും. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നേന്ത്രപ്പഴമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.